നമസ്കാരം. ഒട്ടുമിക്ക സ്ത്രീകളും നന്നായിട്ട് ശരീരമൊക്കെ കൊണ്ട് നടക്കണം, അല്ലെങ്കിൽ ഒരു ആകാര വടിവ്, നമ്മൾ നന്നായിട്ടൊന്ന് സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ മുഖത്തിനൊക്കെ മുന്നൊക്കെ നല്ല കളർ ഉണ്ടായിരുന്നു ഡോക്ടറെ, അപ്പോൾ ആ കളറൊക്കെ ഒന്ന് പോയി ഒക്കെ ഒന്ന് മങ്ങിയ രീതിയിലായി, അവിടെ ഇവിടെയൊക്കെ ശരീരത്തിൽ നന്നായിട്ട് കൊഴുപ്പ് കട്ടി കൂടിയ പോലെ, വയറിൻ്റെ അവിടെയൊക്കെ ചാടി വരികയാണ്, അല്ലെങ്കിൽ അവിടെയൊക്കെ തടി കൂടി വരികയാണ്, മുന്നേ ഒന്നും ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന രീതിയിലൊക്കെ പരാതി പറയാറുണ്ട്. ഇങ്ങനെയുള്ള സ്ത്രീകളൊക്കെ നമ്മൾ ചിലപ്പോൾ ഒ പിയിൽ പേഷ്യൻസ് വരുന്ന സമയത്ത് അവരുടെ കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കുമ്പോൾ അവർ പീരിയഡ്സിലൊക്കെ ചിലപ്പോൾ തെറ്റുകളുണ്ടാവും, അല്ലെങ്കിൽ കറക്റ്റായിട്ട് വരുന്നില്ല, വരുമ്പോൾ സമയത്ത് തന്നെ ചിലപ്പോൾ ഒരു 5-6 മാസം വരുന്നില്ല, വന്നിട്ടത് ഒരു 10-20 ദിവസത്തേക്ക് ബ്ലീഡിങ് ആയിട്ട് നിൽക്കുക, ബ്ലീഡിങ് വന്നാൽ നിൽക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു 10 ദിവസമായിട്ട് ചെറുതായിട്ട് നല്ല രീതിയിൽ സ്കാൻഡി ബ്ലീഡിങ് ആയിട്ട് കുറച്ച് നല്ല രീതിയിൽ ഉറ്റി പോകുന്നുള്ള, അല്ലെങ്കിൽ ഒരു കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലൊക്കെ പേഷ്യൻസ് പറയാറുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മളൊരു സ്കാനിങ് കൂടി എടുത്ത് നോക്കുന്ന സമയത്ത് അവർക്ക് PCOD, പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് എന്നുള്ളത് കാണാറുണ്ട്. ഇന്ന് ഞാൻ ഇതിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ ഡോക്ടർ ആഫിയാലോ, സീനിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ബാസിസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. സ്ത്രീകളിൽ ഗർഭാശയത്തിൻ്റെ 2 സൈഡിലായിട്ട് ബദാമിൻ്റെ ഷേപ്പിൽ, ഒരു ആൽമണ്ട് ഷേപ്പിൽ ഓവറി അല്ലെങ്കിൽ അണ്ടാശയുണ്ട്. ഈ അണ്ടാശയത്തിൽ നിന്ന് കൃത്യമായിട്ട് ഓരോ അണ്ടം ഉൽപ്പാദിപ്പിക്കുകയും ഓരോ പീരിയഡ്സിൻ്റെ സമയത്ത് ഓരോ അണ്ടം പൂർണ്ണ വളർച്ചയിലേക്ക് എത്തിയിട്ട് പ്രത്യുൽപാദനത്തിൽ റെഡി ആയിട്ട് നിൽക്കും. അപ്പോൾ ഒരു സ്പേം വരുന്ന സമയത്ത് ഇതിനെ സ്വീകരിക്കാൻ ഈ അണ്ട റെഡിയായി നിൽക്കുകയും അത് ഫ്യൂഷൻ സംഭവിച്ചിട്ടാണ് കുട്ടികൾ ഉണ്ടാകുന്ന എന്നുള്ളൊരു പ്രോസസ്സിലേക്ക് എത്തുന്നത്. PCODക്കാരിലും ഇതേ രീതിയിൽ സംഭവിക്കുന്നു. പക്ഷേ ഓരോ അണ്ടങ്ങളും പൂർണ്ണ വളർച്ചയിലേക്ക് എത്താതെ ഇത് അണ്ടാശയത്തിൽ തന്നെ നിൽക്കും. ഈ അണ്ടം ശരിക്കും എന്താ വെച്ചാൽ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് വരണം, എങ്കിലും ഇവിടെ സ്പേം വരുന്ന സമയത്തോടെ ഫ്യൂഷൻ സംഭവിക്കുന്നുള്ളൂ. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ PCODക്കാരിൽ ഈ അണ്ടങ്ങളെല്ലാം തന്നെ ഈ അണ്ടാശയത്തിൽ തന്നെ കുമിഞ്ഞു കൂടുകയും അവിടെ അത് മുകുളങ്ങളായിട്ട് നമുക്ക് കാണപ്പെടുകയും ചെയ്യുന്നു. ഓരോ സിസ്റ്റ് എന്നുള്ള രൂപത്തിൽ ഫോം ചെയ്യും. ഇത് നമുക്ക് സ്കാനിങ്ങിലൂടെയാണ് ഓരോ മുകുളങ്ങളായിട്ട് അണ്ടാശയത്തിൻ്റെ ചുറ്റുഭാഗത്ത് പെരിഫറിയിൽ ഇങ്ങനെ മൊത്തമായിട്ട് നിൽക്കുന്നത് കാണാം. അങ്ങനെ നമ്മളിത് സ്കാനിങ് ചെയ്യുമ്പോൾ ഒരു 10-12 കുമിളകൾ ഇതിലിങ്ങനെ കാണും. അങ്ങനെയാണ് നമ്മൾ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് എന്നുള്ള രീതിയിലേക്ക് എത്തുന്നത്. പണ്ട് സ്ത്രീകളിൽ 5% PCOD ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് 40% വരെ എത്തിയിട്ടുണ്ട്. അതിൽ തന്നെ ഏഷ്യൻസിൽ ഇപ്പോൾ കൂടുതലായിട്ട് PCOD കണ്ടുവരുന്നുണ്ട്. നമ്മളുടെ വളർന്നു വരുന്ന ജീവിത സാഹചര്യങ്ങളുടെ മാറ്റവും അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണ ശൈലിയിലുള്ള മാറ്റങ്ങളും ഒക്കെ തന്നെയാണ് ഈ PCODയിലേക്ക് കൂടുതലായിട്ട് നയിക്കുന്നത്. നമ്മൾക്ക് തന്നെ അറിയാം, കുട്ടികളൊക്കെ ഒരു 15 വയസ്സ് വരെയൊക്കെ കുട്ടികൾ നന്നായിട്ട് ഓടിച്ചാടി കളിക്കുന്ന, അല്ലെങ്കിൽ ഡാൻസ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ആക്റ്റീവായിട്ടുള്ള കുട്ടികളായിരിക്കും. ഇങ്ങനത്തെ കുട്ടികൾക്കൊന്ന് പീരിയഡ്സ് ആവുന്ന സമയത്തോ അല്ലെങ്കിൽ അവരൊന്ന് വലുതായി എന്നുള്ളത് പാരൻസ് അറിയുന്ന സമയത്ത് തന്നെ അവരോട് പറയും, ഇനി കളിയും കാര്യങ്ങളൊക്കെ ഒന്ന് നിർത്തിക്കോ, അല്ലെങ്കിൽ 10ാം ക്ലാസ്സൊക്കെ എത്തുമ്പോൾ ഒന്ന് ഇനി പഠനത്തിലേക്ക് മാത്രമായിക്കോ, ഇനി ഒന്ന് വല്ലാണ്ട് കളികളും കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ചിടാന്നുള്ളത് പറയും. അതുവരെ നല്ല വ്യായാമങ്ങളും അല്ലെങ്കിൽ കുട്ടികൾക്ക് തന്നെ അത് സൈക്ലിങ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടുണ്ടാവും. അതെല്ലാം പെട്ടെന്നാണ് ഈ രക്ഷിതാക്കൾ നിർത്തുന്നത്. നമ്മളിപ്പോൾ ഓരോ പഠനത്തിലും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോട്ടെ എന്നുള്ള രീതിയിലായിരിക്കും ഇതിൽ നിന്നൊക്കെ ഒന്ന് വിട്ടു നിൽക്കാൻ പറയുന്നത്. അങ്ങനെയുള്ള കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ തടി കൂടുകയും അതേപോലെ അവർ ഇത്രയും കാലം ചെയ്തിരുന്ന വ്യായാമങ്ങളും കാര്യങ്ങളിൽ നിന്നൊക്കെ അവർ ഒഴിഞ്ഞു മാറി അവരൊന്ന് ഉള്ളിലേക്ക് കാര്യങ്ങളിലേക്ക് വലിയുന്നതോട് കൂടി തന്നെ ഈ അരക്കെട്ടിനൊക്കെ വണ്ണങ്ങൾ കൂടുക, അതേപോലെ തന്നെ തടി കുറച്ച് കൂടുക, ഇങ്ങനെയൊക്കെ ആകുമ്പോഴൊക്കെ പിന്നെ അതിൻ്റെ കൂടെ തന്നെ അവർ ഈ ഭക്ഷണങ്ങൾ എടുക്കുന്നത്, പോഷകാഹാരങ്ങളുള്ള ഭക്ഷണങ്ങൾ കുറയുന്നു, പോരാതിന് ജങ്ക് ഫുഡ്സ്, ഫാസ്റ്റ് ഫുഡ് കൂടുതലായിട്ട് എടുക്കുന്നു. ഇതൊക്കെ കൊണ്ട് സ്വാഭാവികമായിട്ടും അവരുടെ തടി കൂടും, അവർക്ക് ഈ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് വരുന്നതും കാണുന്നുണ്ട്. മുന്നേ കൂട്ടിയിട്ട് ഇതൊരു 30 വയസ്സിന് മേലെ അല്ലെങ്കിൽ 38-45 വയസ്സിലൊക്കെ കൂടുതലായിട്ടുള്ള സ്ത്രീകളാണ് PCOD കണ്ടിരുന്നത്. ഇന്ന് അത് കൂടുതലായിട്ട് ഒരു 15 വയസ്സ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പീരിയഡ്സ് കഴിഞ്ഞ് കുറച്ച് സമയം കൊണ്ട് തന്നെ PCOD ആയിട്ട് കാണുന്നുണ്ട്. കൃത്യമായിട്ട് ഡോക്ടറെ മെൻസസ് വരുന്നില്ല, അവൾക്ക് അന്നായതാണ്, പിന്നെ ഇതുവരെ ആയിട്ടില്ല, ഇനി ആവുകയാണെങ്കിൽ തന്നെ ഒരു 4 മാസം ആവാണ്ട് പിന്നെ വരുന്നൊരു ബ്ലീഡിങ് 20 ദിവസത്തോളം നീണ്ടു നിൽക്കുകയാണ്. ബ്ലീഡിങ്ങിന് എന്തെങ്കിലും മെഡിസിൻ കഴിച്ചാൽ മാത്രമേ അത് നിൽക്കുന്നുള്ളൂ, അപ്പോഴേ അത് കുറക്കാൻ പറ്റുന്നുള്ളൂ. 10-15 ദിവസം സ്കൂളിൽ പോകാൻ പറ്റാറില്ല, അപ്പോൾ അവൾക്ക് അതിന് ഭയങ്കരമായിട്ട് വേദനയാണ്, പിന്നെ അല്ലെങ്കിൽ തീരെ ബ്ലീഡിങ് വരുന്നില്ല, ചിലപ്പോൾ രക്തമല്ലായിട്ടായിരിക്കും ഡോക്ടറെ എന്നൊക്കെ പറഞ്ഞിട്ട് പേഷ്യൻസ് കുറേ രീതിയിൽ ഇതിൽ വന്ന് പരാതി പറയാറുണ്ട്. നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ അവരുടെ വ്യായാമങ്ങളും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കുറച്ച് അവർക്ക് ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളും കൊടുക്കുന്നതുകൊണ്ട് തന്നെയാണ് ഈ ഒരു രീതിയിൽ ഇപ്പോൾ PCOD കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇതിൽ മെയിനായിട്ട് നമുക്കിപ്പോൾ ലക്ഷണങ്ങൾ കിട്ടുക എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ്, കൃത്യമല്ലാത്ത ആർത്തവം വരുന്ന സമയത്ത് ഒരു 3 മാസത്തോളം വരാണ്ടിരിക്കുക, വരുന്നത് ഒരു 20 ദിവസത്തോളം വരിക, അല്ലെങ്കിൽ 10 ദിവസം തുടർച്ചയായിട്ട് കുറച്ച് നല്ല രീതിയിൽ സ്കാൻഡി ബ്ലീഡിംഗ് എന്ന് പറയും, അങ്ങനത്തെ ബ്ലീഡിംഗ് ആയിട്ട് വരിക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പുരുഷ ഹോർമോൺ കൂടുതലായിട്ട് വരുന്നത് കൊണ്ട് നമ്മളുടെ തലയിലേക്കുള്ള ഹെയർ പോകും, പക്ഷേ ഈ താടി രോമങ്ങൾ കൂടുതലായിട്ട് വരിക, അതേപോലെ മീശ വരിക, പിന്നെ വോയിസ് സ്ത്രീകളിൽ എന്താ വെച്ചാൽ വോയിസ് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള വോയിസ് ആണെങ്കിൽ കുറച്ചത് ഹാർഡായിട്ട് അങ്ങനത്തെ വോയിസിലേക്ക് മാറ്റം വരിക. അതുപോലെ തന്നെ ഇവർക്ക് ഭയങ്കര സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ വരിക, പിന്നെ പ്രമേഹത്തിലേക്കുള്ള തുടക്കം വരിക.
ഇൻസുലിൻ റെസിസ്റ്റൻസ് കാണിക്കുക, ഇങ്ങനത്തതൊക്കെയാണ് കൂടുതലായിട്ട് ഇതിൽ ലക്ഷണങ്ങളായിട്ട് നമുക്ക് കിട്ടാറുള്ളത്. ചില സ്ത്രീകളെ കേസിൽ വന്ധ്യതയ്ക്ക് കാരണം അന്വേഷിച്ച് പോകുമ്പോൾ, അതായത് കല്യാണം കഴിഞ്ഞ് കുറേ ആയിട്ടും കുട്ടികളാവുന്നില്ല, എന്താണ് ഇതിന് കാരണം എന്നുള്ളത് സ്കാനിങ് ചെയ്ത് നോക്കുമ്പോഴായിരിക്കും ഫസ്റ്റ് ആയിട്ട് തന്നെ PCOD കാണിക്കുന്നത്. അവർ പറയാറുണ്ട് കൃത്യമായിട്ട് ഡോക്ടറെ എനിക്ക് ബ്ലീഡിങ് പീരിയഡ്സ് വരുന്നുണ്ട്, എല്ലാ മാസവും 28 ദിവസത്തിൽ അല്ലെങ്കിൽ 30 ദിവസത്തിൽ കൃത്യമായിട്ട് വരുന്നുണ്ട്, പിന്നെ എങ്ങനെയാണ് എനിക്ക് PCOD ആയതെന്ന് അവർ ചോദിക്കാറുണ്ട്. PCOD രണ്ട് രീതിയിലും കാണിക്കാറുണ്ട്. ബ്ലീഡിങ് ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് അനോവുലേറ്ററി സൈക്കിളാണ് അവിടെ വരുന്നത്. കാരണം എന്താ വെച്ചാൽ ഓവുലേഷൻ കറക്റ്റായിട്ട് നടക്കുന്നില്ല, പക്ഷേ ബ്ലീഡിങ് അവിടെ മാസമുറ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞു അണ്ടം കൃത്യമായിട്ട് ഫെലോപ്പിയൻ ട്യൂബിലെത്തി അവിടെ നിന്നാണ് അതിൻ്റെ ഫ്യൂഷൻ സംഭവിക്കുന്നത്. ഇവിടെ ഓവുലേഷൻ സംഭവിക്കാണ്ട് തന്നെ 14 ദിവസത്തിലുള്ള ഓവുലേഷൻ സംഭവിക്കാതെ തന്നെ ചില ആൾക്കാർക്ക് പീരിയഡ്സ് സംഭവിക്കാറുണ്ട്. പിന്നെ അതേപോലെ കൂടുതൽ പേഷ്യൻസ് പറയാറുണ്ട് ഡോക്ടറെ ഈ തടിയുള്ള PCOD മാത്രമേ എല്ലാവരും പറയുന്നുള്ളൂ, എല്ലാ ഡോക്ടേഴ്സും പറയാറുള്ളൂ, എല്ലാ വീഡിയോസിലും തടിയുള്ള ആൾക്കാരെ PCOD മാത്രമേ പറയുന്നുള്ളൂ, പക്ഷേ ഞാൻ ഇത്രയും മെലിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ അധികം ഭക്ഷണങ്ങളും കാര്യങ്ങളും ഒന്നും കഴിക്കാറില്ല, എന്നിട്ടും എനിക്ക് PCOD ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഞാൻ മെലിഞ്ഞിട്ടാണല്ലോ എന്നിട്ടും എനിക്ക് PCOD ഉണ്ടല്ലോ എന്നുള്ളത്. PCOD നമ്മൾ രണ്ട് രീതിയിൽ തന്നെയാണ് പറയാറുള്ളത്. തടിയുള്ള ആൾക്കാർക്കുള്ള PCODയും അതേപോലെ മെലിഞ്ഞ ആൾക്കാർക്കുള്ള PCODയും. മെലിഞ്ഞ ആൾക്കാർക്കുള്ള PCODയിൽ നമ്മൾ ഒരിക്കലും PCODയിലെ ആൾക്കാർക്കോട് തടി കുറക്കുക എന്നുള്ളതല്ല പറയുന്നത്. അവിടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് മെയിനായിട്ട് സംഭവിക്കുന്നത്. നമ്മളെ പാങ്ക്രിയാസ് ഇൻസുലിൻ എന്ന് പറഞ്ഞ ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. നമ്മൾ അന്നജം കൂടുതലായിട്ട് അടങ്ങിയ ഭക്ഷണങ്ങൾ, അതേപോലെ ഷുഗർ കൂടുതലായിട്ടുള്ള അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് ഈ ഇൻസുലിൻ നമ്മൾ ഇതിനെ കൊഴുപ്പാക്കി മാറ്റി നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ളത് സ്റ്റോർ ചെയ്യും, ബാക്കിയുള്ളതിനെ കളയും. ഈ ഒരു പ്രക്രിയ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ എടുത്ത പഞ്ചസാരനോ അല്ലെങ്കിൽ ഷുഗറിനോ തന്നെ ഇൻസുലിൻ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ വരികയും ഇൻസുലിൻ റെസിസ്റ്റൻസ് സംഭവിക്കുകയും ചെയ്യും. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഷുഗർ രോഗികളിൽ എന്താണ് സംഭവിക്കുന്നത്? അതുപോലെ തന്നെയാണ് ഇവിടെ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരൊക്കെ കൂടുതലായിട്ടും ഷുഗറിനോട് ക്രേവിങ് കൂടുതലായിരിക്കും, അതേപോലെ കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കണം എന്നുള്ളത് തോന്നും. പിന്നെ പഞ്ചസാര, അന്നജം കൂടുതലായിട്ട് അടങ്ങിയ ഭക്ഷണങ്ങളോടൊക്കെ വല്ലാത്തൊരു ആർത്തി കാണിക്കും ഇങ്ങനത്തെ പേഷ്യൻസൊക്കെ. അപ്പോൾ നമ്മൾ ഒരിക്കലും പേഷ്യൻസിനോട് നിങ്ങൾ തടി കുറക്കുക എന്നുള്ളതല്ല പറയുന്നത്. പോഷകാഹാരം കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ജങ്ക് ഫുഡ്സ് ഇങ്ങനത്തെ കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് പറയുന്നത്. പേഷ്യൻസ് പറയാറുണ്ട് ഡോക്ടറെ മെലിഞ്ഞായിട്ടുള്ള ആൾക്കാർ നിങ്ങൾ ഈ സാധനങ്ങളൊക്കെ കുറക്കാൻ പറഞ്ഞാൽ പിന്നെന്താ ഞങ്ങൾ കഴിക്കുക എന്നുള്ളത്. ഇപ്പം നമ്മൾ ഈ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ പറയുന്നത് തടി കുറക്കുക എന്നുള്ളതിനേക്കാളും കൂടുതലായിട്ട് ശരീരത്തിന് ആവശ്യമായ വ്യായാമം കിട്ടുക, അതേപോലെ ഈ അരക്കെട്ടിലുള്ള വണ്ണങ്ങളൊക്കെ ഒന്ന് കുറയുക, യോഗകൾ നന്നായിട്ട് അവർക്ക് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവർ കൂടുതലായിട്ട് ഒന്നും കൂടി ശ്രദ്ധിക്കേണ്ടത്. PCODയിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ സ്ത്രീ ഹോർമോണായിട്ടുള്ള ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും ഒക്കെ കുറയുകയും പുരുഷ ഹോർമോണായിക്കൊണ്ടുള്ള ആൻഡ്രോജൻ, ടെസ്റ്റോസ്റ്റിറോൺ ഇവയൊക്കെ കൂടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ഇപ്പോൾ ഈസ്ട്രോജനൊക്കെ നമുക്ക് നല്ല രീതിയിലുണ്ടെങ്കിൽ ഈ വജൈനയിലെ യോനിയിലെ ലൂബ്രിക്കേഷനും അതേപോലെ ലൈംഗിക താല്പര്യം ഇതൊക്കെ ഉണ്ടാവുള്ളൂ. അതൊക്കെ ഇവിടെ കുറയും. യോനിയിൽ വരൾച്ച സംഭവിക്കും, അതേപോലെ ലൈംഗിക താല്പര്യ കുറവുണ്ടാവും, ഇതൊക്കെ സംഭവിക്കും. പോരാത്തതിന് പുരുഷ ഹോർമോൺ കൂടി നിൽക്കുന്നത് കൊണ്ട് തന്നെ മെയിൽ പാറ്റേൺ ആയിക്കൊണ്ടുള്ള ഹെയർ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും. അവിടെ എന്തൊക്കെ സംഭവിക്കുന്നത് വെച്ചാൽ താടിയിലൊക്കെ രോമങ്ങൾ വരിക, മീശ വരിക, തലയിലുള്ള രോമങ്ങൾ മുടി കൊഴിയും ചെയ്യും. പോരാത്തതിന് ഇങ്ങനത്തെ ഹസ്കി വോയിസ്, ഇവരുടെ വോയിസൊക്കെ ഒന്ന് ഹാർഡായിട്ട് വരിക. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞു സോഫ്റ്റ് ആയിട്ടുള്ള വോയിസ് ഒന്ന് മാറിയിട്ട് ഹാർഡായിട്ടുള്ള വോയിസ് വരിക. നെറ്റിയൊക്കെ ഒന്ന് ഇങ്ങനെ കയറി പോകും. മുന്നേ നല്ല നല്ലോണം മുടി ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ നെറ്റിയൊക്കെ കയറി അതായത് മുടിയൊക്കെ നന്നായിട്ട് കയറി പോവുക, കൊഴിഞ്ഞു പോവുക എന്നുള്ള രീതിയിലൊക്കെ പേഷ്യൻസ് കൂടുതലായിട്ട് പറയാറുണ്ട്. സാധാരണ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം PCOD ഉള്ള ആൾക്കാർക്ക് വന്ധ്യതയ്ക്ക് ഒരു 10 ഇരട്ടെങ്കിലും കൂടുതലായിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞു ചില പേഷ്യൻസ് ഇൻഫെർട്ടിലിറ്റി എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ വന്ധ്യത എന്തുകൊണ്ടാണെന്നുള്ളത് തേടി പോകുമ്പോൾ അതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ച് പോകുമ്പോഴാണ് ഫസ്റ്റ് തന്നെ ചിലപ്പോൾ PCOD ഉണ്ടെന്നുള്ളത് അറിയുന്നത്. അത്രയും കാലം ചിലപ്പോൾ അവർക്ക് അതൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടായിട്ടേ ഉണ്ടാവില്ല. ഈ ലക്ഷണങ്ങളൊന്നും അവർക്ക് അത് അത്രത്തോളം കാണിച്ചിട്ടുണ്ടാവില്ല. PCODയിൽ അതുപോലെ തന്നെ കൂടുതലായിട്ട് കാണുന്നതാണ് കഴുത്തിന് ചുറ്റും ഒരു ബ്ലാക്കിഷ് ഡിസ്കളറേഷൻ, നമ്മൾ അക്കാന്തോസിസ് നൈഗ്രൻസ് എന്ന് പറയും. അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ടാണ് കൂടുതലായിട്ട് വരുന്നത്. നമ്മളെപ്പോഴും ഇൻസുലിൻ എന്നുള്ളത് ഡയബറ്റീസിനോട് റിലേറ്റ് ചെയ്ത് മാത്രമേ പറയാറുള്ളൂ. പക്ഷേ PCODൻ്റെ കേസിലും ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് കൂടുതലായിട്ട് കാണുന്നത്. അവർക്ക് കാണിക്കുന്ന ഒട്ടുമിക്ക സിംറ്റംസും ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നുള്ളത് തന്നെയാണ് വരുന്നത്. ഇവിടെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അരക്കെട്ടിന് ചുറ്റുള്ള വണ്ണം കൂടും, ഈ കൊഴുപ്പുകളും കാര്യങ്ങളൊക്കെ അരക്കെട്ടിന് ചുറ്റും കൂടുതലായിട്ട് അടിഞ്ഞുകൂടും, അമിതമായിട്ട് ഇങ്ങനത്തെ ഭക്ഷണങ്ങളോട് ഈ ഷുഗറിനോട് അങ്ങനത്തെ കാര്യത്തിനോടൊക്കെ വല്ലാത്ത തരം ക്രേവിങ്സും കാര്യങ്ങളും ആയിരിക്കും. അപ്പോൾ അത് എപ്പോഴും എടുത്തുകൊണ്ടിരിക്കണം എന്ന് തോന്നും. അവർ ഒരു നേരം ഭക്ഷണം ഒഴിവാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 2 നേരത്തെ ഭക്ഷണം അടുത്ത നേരം ഒരുമിച്ച് എടുക്കും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ഇവർക്ക് കാണിക്കാറുള്ളത്. ഞാൻ മുന്നേ പറഞ്ഞു PCOD എന്ന് പറഞ്ഞാൽ എപ്പോഴും ജീവിതശൈലി രോഗത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കൂടുതൽ വരുന്നത്. ഇപ്പോൾ നമ്മൾ ഡയബറ്റീസ്, പ്രഷർ, BP കൂടുക, കൊളസ്ട്രോള്, ഫാറ്റി ലിവർ, തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ, ഇതൊക്കെ നമ്മളിപ്പോൾ ഒരു ജീവിതശൈലി രോഗത്തിൻ്റെ ഭാഗമായിട്ടാണ് എടുത്തത്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ PCOD കൂടുതലായിട്ട് കണ്ടുവരുന്നത്. കൂടുതലിപ്പോൾ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഞാൻ ഇപ്പോൾ മുന്നേ പറഞ്ഞ പോലെ ഓടിച്ചാടി കളിച്ചിരുന്ന കുട്ടികൾ പെട്ടെന്നൊന്ന് പീരിയഡ്സ് ആവുന്നതോടുകൂടി അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ചേഞ്ച് പെട്ടെന്ന് ഹോർമോണിൻ്റെ ചേഞ്ചും കാര്യങ്ങളും കൊണ്ട് അവരൊന്ന് ഒതുങ്ങിപ്പോവാണ്.
ഈ ഒതുങ്ങിപ്പോകുമ്പോൾ അവർ മുന്നേ ചെയ്തിരുന്ന എല്ലാ വ്യായാമങ്ങളും നിർത്തിയിട്ടാണ് അവർ ഒതുങ്ങിപ്പോകുന്നത്. അതോടുകൂടി തന്നെ ഇവർക്ക് എന്താണ് ഈ ഫാറ്റ് ഡെപ്പോസിഷൻ കൂടാനും അവർക്ക് ഇങ്ങനത്തെ ഈ സ്ട്രെസ്സും കാര്യങ്ങളും കൂടിയിട്ട് ഓരോരോ അസുഖങ്ങളിലേക്ക് നയിക്കുന്നുണ്ട്. ഈ PCODയിലൊക്കെ കൂടുതലുള്ള ആൾക്കാർക്ക് ഇപ്പോൾ നമ്മൾ കുറച്ച് യോഗകൾ കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ മെഡിസിനൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ മെഡിസിൻ ഒരു പാർട്ടായിട്ട് മാത്രം എടുക്കാൻ നോക്കുക. അവരുടെ ഭക്ഷണത്തിൻ്റെ ശൈലി മാറ്റുക, അതേപോലെ അവരുടെ ജീവിത ശൈലിയിൽ കുറച്ച് മാറ്റങ്ങളും കൂടി വരുത്തുകയാണെങ്കിൽ ഇവർക്കിത് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ഒരിക്കലും ഇത് ഒരു 2 മാസം കൊണ്ട് മാറ്റിത്തരാമെന്നോ അങ്ങനെയൊന്നും ഇതിൽ ഒരിക്കലും പറയാൻ പറ്റില്ല. PCOD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ കൂടെ തന്നെ നിന്നിട്ട് നമ്മളൊരു കൺസൾട്ടേഷൻ എടുക്കുന്ന സമയത്ത് മെഡിസിൻ കഴിക്കുന്നതോട് കൂടി തന്നെ ഒരു 6 മാസത്തേക്ക് അല്ലെങ്കിൽ ഒരു കൊല്ലത്തേക്ക് ഞാൻ ഇന്ന ജീവിത ശൈലിയിൽ മാറ്റങ്ങളൊക്കെ വരുത്തും, അല്ലെങ്കിൽ ഇന്ന സാധനങ്ങളൊക്കെ ഭക്ഷണത്തിൽ ഞാൻ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നില്ല ഒരു വെച്ചിട്ട് ആ ഒരു നമ്മളൊരു തീരുമാനം വെച്ചിട്ട് തന്നെ ട്രീറ്റ്മെൻറ്റിലേക്ക് അവരും കൂടി നിൽക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റാറുണ്ട്. പേഷ്യൻസിന് നമ്മളൊരു ഡെയിലി റൂട്ടീനായിട്ട് ഇന്ന കാര്യങ്ങളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം എന്ന് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതിലെന്താ വെച്ചാൽ രാവിലെ തന്നെ അവർ എണീക്കുന്ന സമയത്ത് നമുക്ക് സാധാരണ എല്ലാവർക്കും ഒരു ശീലമാണ് രാവിലെ തന്നെ എണീറ്റ് ഉടനെ നല്ലൊരു കോഫി അല്ലെങ്കിൽ നല്ലൊരു പാൽച്ചായ മധുരം ഇട്ടുകൊണ്ട് കുടിക്കുക എന്നുള്ളത്. അത് ഒഴിവാക്കിയിട്ട് രാവിലെ അവർക്ക് എണീറ്റ് വന്ന സമയത്ത് തന്നെ നല്ല ചൂടുവെള്ളം ഒന്നല്ലെങ്കിൽ നമുക്ക് നല്ല ചെറുനാരങ്ങയൊക്കെ ഉറ്റിച്ചിട്ട് കുടിക്കാം. അതേപോലെ തന്നെ അല്ലെങ്കിൽ ഈ കറുവപ്പട്ടൻ്റെ പൊടി അത് ഒരു ചൂടാക്കിയ വെള്ളത്തിൽ ഒരു ഗ്ലാസ്സിൽ കറുവപ്പട്ടൻ്റെ പൊടി ഒന്നോ രണ്ടോ സ്പൂൺ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കാം. അതേപോലെ തലേന്ന് ഇട്ട് വെച്ച ഈ ചണവിത്ത് ഫ്ലാക്സ് സീഡ്സ് എന്നൊക്കെ പറയുന്നത് ഒരു ഗ്ലാസ്സിൽ ഒരു സ്പൂണൊക്കെ തലേന്ന് തന്നെ ഇട്ട് വെക്കുക. അത് രാവിലെ തന്നെ എണീക്കുന്ന സമയത്ത് കുടിക്കുക. അതുപോലെ തന്നെ പറയുന്നതാണ് ചിയാ സീഡ്. ഇതൊക്കെ നമുക്ക് ഡെയിലി രാവിലത്തെ ഇതിൽ ഉൾപ്പെടുത്താം. ബ്രേക്ക്ഫാസ്റ്റിലേക്ക് പോകുന്ന സമയത്ത് അരിഭക്ഷണങ്ങൾ കുറക്കുക, പക്ഷേ പരമാവധി ഒഴിവാക്കണം എന്നുള്ളതല്ല. അവർ 1-2 അപ്പം കഴിക്കാം, പക്ഷെ കൂടെ തന്നെ പ്രോട്ടീൻ വർഗ്ഗങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. പയറുവർഗ്ഗങ്ങളിൽ കൂടുതലായിട്ട് നമുക്ക് ഈ അപ്പത്തിൻ്റെ കൂടെ കടല, പരിപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെറുപയറോ പട്ടാണി അങ്ങനത്തതൊക്കെ മുളപ്പിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നന്നാവും. അങ്ങനത്തെ രാവിലെ തന്നെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് റാഗി കരച്ചിട്ടുള്ള ദോശ എടുക്കാം. അതേപോലെ തന്നെ ഈ മില്ലറ്റ്സിൻ്റെ ദോശ, ഉപ്പുമാവ്, ഓട്സിൻ്റെ ദോശ ഇതൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. എന്താണെങ്കിലും ഇതിൻ്റെ കൂടെ നമ്മളൊരു പ്രോട്ടീൻ ഉള്ളത് കൂടെ വേണം. 1-2 മുട്ടൻ്റെ വെള്ളയൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നതും നല്ലതാണ്. പിന്നെ നമ്മൾ ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ നമ്മൾ സാധാരണയായിട്ട് 3 നേരമാണല്ലോ ഭക്ഷണം പറയുന്നത്, അത് പുറമെ 6 നേരമാക്കിയിട്ട് ഭക്ഷണം കഴിക്കുക. അപ്പോൾ എല്ലാവരും വിചാരിക്കും എല്ലാവരും ഭക്ഷണം കുറക്കാൻ പറയുന്നത് നിങ്ങളെന്താണ് ഇത് ഭക്ഷണം കൂട്ടാൻ പറയുന്നത് എന്നുള്ള രീതിയിൽ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നമ്മൾ ഉച്ചക്കത്തെ ഭക്ഷണം എടുക്കുന്ന സമയത്ത് അത് നമ്മൾ നന്നായിട്ട് എടുക്കൂലേ. പക്ഷെ അതിന് പുറമെ ഈ ഭക്ഷണം നമ്മളൊന്ന് മിഡ് മീൽ എന്നുള്ള രീതിയിൽ, മിഡ് സ്നാക്സ് എന്നുള്ള രീതിയിൽ എടുക്കുക. ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്നാക്സ് ആയിട്ട് ഈ ബദാമോ അണ്ടിപ്പരിപ്പോ അങ്ങനെ സാധനങ്ങൾ എന്തെങ്കിലും ചെറു ഭക്ഷണമായിട്ട് എടുക്കാം. അല്ലാത്തവർക്ക് കട്ട് ഫ്രൂട്ട്സ് ആക്കിയിട്ട് എടുക്കാം. നമുക്ക് സാധാരണക്കാരോട് പറയുമ്പോൾ നമുക്ക് എപ്പോഴും നല്ലത് അതാണ്, കട്ട് ഫ്രൂട്ട്സ് ആക്കിയിട്ട് എടുക്കാം. പക്ഷേ അത് സീസണൽ ഫ്രൂട്ട്സ് ആക്കിക്കൊണ്ട് തന്നെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ മാങ്ങ, ചക്ക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറക്കുക. കാരണം വെച്ചാൽ അതിൽ കുറച്ചും കൂടി ഷുഗർ കണ്ടൻറ്റ് കൂടുതലാണ്. അല്ലാതെ നമുക്ക് ഓറഞ്ച്, തൊലിയോട് കൂടിയുള്ള ആപ്പിൾ ഇങ്ങനത്തതൊക്കെ ആയിട്ട് എടുക്കാം. ഉച്ചക്കത്തെ ഭക്ഷണത്തിലേക്ക് പോകുമ്പോൾ തവിട് കൂടുതലായിട്ട് അടങ്ങിയ ധാന്യങ്ങൾ തന്നെ കൂടുതലായിട്ട് എടുക്കാൻ നോക്കുക. അതിൽ അരിഭക്ഷണം എപ്പോഴും നമ്മൾ വൈറ്റ് റൈസ് ഒഴിവാക്കിക്കൊണ്ട് തവിട് ആയിട്ടുള്ള ഭക്ഷണം ഡെയിലി ഒരു നേരമെങ്കിലും ഉൾപ്പെടുത്താൻ നോക്കുക. അതിന് കൂടെ തന്നെ നമ്മൾ ഒരു പ്ലേറ്റിനെ 4 ആക്കിക്കൊണ്ട് മറ്റേ നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു ഭാഗത്ത് ചോറ്, ഒരു ഭാഗത്ത് നമ്മൾ പ്രോട്ടീൻ, ഒരു ഭാഗത്ത് ഫ്രൂട്ട്സ്, പറ്റുന്ന ഒരു ഭാഗത്ത് വെജിറ്റബിൾസ്. നമുക്ക് പറ്റുന്ന രീതിയിൽ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യാം. ഇതൊക്കെ എന്താണോ എന്നുള്ളതില്ല, നമുക്ക് പറ്റുന്ന രീതിയിൽ എല്ലാ ഭക്ഷണങ്ങളും ഉൾപ്പെടുത്താം. അവിയലിലൊക്കെ ഏത് വെജിറ്റബിൾ ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ നമുക്ക് വെജിറ്റബിൾസ് കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് നോക്കേണ്ടത്. ഈവനിങ്ങിൽ നമ്മൾ ഇതേപോലെ തന്നെ ചായ എന്നുള്ളതൊക്കെ ഒഴിവാക്കിയിട്ട് അവിടെ നമുക്ക് നാരങ്ങളൊക്കെ കുടിക്കാം. അത് ഉപ്പിട്ടിട്ട് കുടിക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്. മോരുവെള്ളം നല്ലതാണ്. ഇതൊക്കെ നമുക്ക് കുറച്ചും കൂടി ഹെൽത്തിയാണ്. അതേപോലെ തന്നെ ഈ PCOD കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഒഴിവാക്കാനും പറ്റും. ഈവനിങ് ഭക്ഷണം നമ്മൾ ഒരുപാട് രാത്രി 9 മണി 10 മണി എന്നുള്ളത് കിടക്കാൻ നേരം കഴിക്കുക എന്നുള്ളതിന് പുറമെ കുറച്ച് നേരത്തെ ആക്കിയിട്ട് കഴിക്കുക. അപ്പോഴും നമ്മൾ ഈ ചപ്പാത്തിയോ അതേപോലെ ഓട്സിൻ്റെ ഓട്സിൻ്റെതോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ചിക്കനോ നമുക്കിപ്പോൾ എന്ത് പ്രോട്ടീൻ ആണെങ്കിലും ചിക്കന്, ബീഫ് അങ്ങനത്തെ സാധനങ്ങൾ എന്തായാലും കറി വെച്ചിട്ട് എടുക്കുന്നത് നല്ലതാണ്. മീൻ നല്ലതാണ്. omega-3 ഫാറ്റി ആസിഡ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള അയില, ചൂര, മത്തി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്താം. അതേപോലെ തന്നെ നമുക്ക് 1-2 നട്ട്സോ ബദാമോ അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ ഭക്ഷണത്തിൽ രാത്രി കിടക്കുന്നതിന് മുന്നേ എടുക്കുന്നതും നല്ലതാണ്. PCODക്കാരികൾ നമ്മൾ ഭക്ഷണം പറയുന്നതിന് കൂടെ തന്നെ പറയാറുണ്ട്, ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിലേക്ക് നിങ്ങൾ മാറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലൊരു ചേഞ്ച് ഉണ്ടാവുന്നുള്ളത്. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്താണെന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ഇവിടെ നമ്മൾ എന്താ വെച്ചാൽ 16 to 8 എന്നുള്ളൊരു അനുപാതികമായിട്ട് ഭക്ഷണത്തിൽ നോക്കണം. 16 മണിക്കൂർ നമ്മൾ ഫാസ്റ്റിങ്ങും 8 മണിക്കൂർ നമുക്ക് ഭക്ഷണം കഴിക്കാം. ഈ 16 മണിക്കൂറിൽ നമുക്ക് വെള്ളമൊക്കെ എന്തെങ്കിലും കുടിക്കുന്നതൊന്നും കുഴപ്പമില്ല. രാവിലെ നമ്മൾ 9 മണിക്കാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ വൈകുന്നേരം നമ്മളൊരു 6-7 എന്നുള്ളതോടുകൂടി നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം.
ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എല്ലാം കൂടി കഴിക്കുക എന്നുള്ളതല്ല, നമ്മളിപ്പോൾ ഈ മുന്നേ പറഞ്ഞ ഭക്ഷണങ്ങളെല്ലാം നമുക്ക് ഉൾപ്പെടുത്താം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾക്ക് അതിന് ശേഷമുള്ള സമയത്ത് വെള്ളം കൂടുതലായിട്ട് ഉപയോഗിക്കാം. നമുക്ക് പറ്റുന്ന രീതിയിൽ വെള്ളം എടുക്കുക. ഇതന്നെ നമ്മുടെ ബോഡിയിലുള്ള കൊഴുപ്പിനെയും ഫാറ്റിനെയൊക്കെ എന്തായാലും കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഭക്ഷണങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് എക്സസൈസ് എന്നുള്ളത്. ഈ എക്സസൈസ് എന്നുള്ളത് എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ എന്ത് തരം വ്യായാമങ്ങളും ചെയ്യാം. എന്താണെങ്കിലും ഡെയിലി 1 മണിക്കൂർ എന്നുള്ള രീതിയിലേക്ക് വരണം. 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ എന്നുള്ള രീതിയിലേക്ക് തന്നെ വ്യായാമങ്ങൾ വരണം. ഇവിടെ എന്താണെന്ന് വെച്ചാൽ സൈക്ലിങ്, അതേപോലെ തന്നെ നീന്തൽ, പിന്നെ നമ്മൾ വള്ളിച്ചാട്ടം പറയില്ലേ, സ്കിപ്പിങ്, അതൊക്കെ കൂടുതൽ നല്ലതാണ്. ഈ പടികൾ കയറി ഇറങ്ങുക, അതേപോലെ തന്നെ ഇറങ്ങുക, അങ്ങനത്തത് നല്ലതാണ്. ബോഡി വിയർക്കുന്ന രീതിയിലുള്ള എക്സസൈസ് ആയിരിക്കണം കൂടുതലായിട്ട് ചെയ്യുന്നത്. ആഴ്ചയിൽ 5 ദിവസമെങ്കിലും മിനിമം ചെയ്തിരിക്കണം. നമ്മൾ 1-2 ദിവസത്തിൽ അതിൽ സ്കിപ്പ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ 5 ഡേയ്സ് നമ്മൾ നന്നായിട്ട് തന്നെ 1 അവർ വിയർക്കുന്ന രീതിയിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. സ്ട്രെസ്സ് എന്ന് പറഞ്ഞത് ഈ PCOD ഒക്കെ കേസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ഇപ്പോൾ സ്ട്രെസ്സാണ് കൂടുതലായിട്ടുള്ള സ്ത്രീകളെ സംബന്ധിച്ച്. കുട്ടികളെ LKG ചേർത്തിയ മുതൽ തന്നെ സ്ട്രെസ്സ് കൂടുകയാണ്. കുട്ടി സ്കൂളിൽ പോയിട്ട് നമ്മളെ കുട്ടികൾക്ക് മറ്റുള്ളവരെക്കാളും മാർക്ക് കുറഞ്ഞാൽ, അല്ലെങ്കിൽ ഡാൻസിന് കൂടുമ്പോൾ അങ്ങനെ ഒരുപാട് കോമ്പറ്റേറ്റീവ് മൈൻഡിലൂടെയാണ് ഇപ്പോഴത്തെ ഒരു സ്ത്രീകളെ ജനറേഷൻ തന്നെ കടന്നു പോകുന്നത്. കുട്ടികൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ അവരെ വീട്ടുകാരുടെ കാര്യങ്ങൾ, ഇതൊക്കെ കൂടിയിട്ടാണ് കൂടുതൽ സ്ട്രെസ്സിലേക്ക് പോകുന്നത്. ഈ PCOD സ്ട്രെസ്സ് കൂടുതലായിട്ട് ഉള്ള ആൾക്കാർക്ക് കൂടുതലായിട്ട് കാണുന്നുണ്ട്. കോർട്ടിസോൾ എന്ന് പറഞ്ഞ ഹോർമോൺ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അതുകൂടി തന്നെ ആൻഡ്രോജൻ എന്ന് പറഞ്ഞ ഹോർമോണിലേക്ക് കൂടുതലായിട്ട് പ്രൊഡക്ഷൻ ഉണ്ടാക്കുകയും ചെയ്യും. പിന്നെ നമുക്ക് വേണ്ട ഈസ്ട്രോജൻ എന്ന് പറഞ്ഞ ഹോർമോണും പ്രൊജസ്ട്രോൺ എന്ന് പറഞ്ഞ ഹോർമോണൊക്കെ കുറയുകയും ചെയ്യും. ഇങ്ങനെയുള്ളതിലൊക്കെ നമുക്ക് യോഗ കാര്യങ്ങളൊക്കെ, ബട്ടർഫ്ലൈ പൊസിഷനൊക്കെ, യോഗ എക്സസൈസൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈ സ്ട്രെസ്സും കാര്യങ്ങളും കുറക്കാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ള എക്സസൈസുകൾ ഡെയിലി എടുക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഈ PCODനൊക്കെ പിടിച്ച് കെട്ടാൻ പറ്റും. ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ 1-2 ദിവസം ചെയ്തിട്ട് ഇതിലൊന്നും സംഭവിക്കില്ല. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക, ക്ഷമയോടെ കൂടി തന്നെ ചെയ്യുക. എങ്ങനെ ആകുമ്പോൾ മാത്രമേ ഇതിൽ നല്ലൊരു നമുക്ക് ഔട്ട്കം പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ഒരു 6 മാസം വരെ കണ്ടിന്യൂസ് ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്ന ഉറച്ചൊരു തീരുമാനത്തോടു കൂടി മാത്രം PCODൻ്റെയൊക്കെ ട്രീറ്റ്മെൻറ്റിലേക്ക് പോവുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതാണ്. തുടക്കത്തിലെ PCODൻ്റെ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ആർത്തവ ക്രമക്കേടുകളുണ്ട്, ഈ പീരിയഡ്സ് ഒന്നും കറക്റ്റ് വരുന്നില്ല, വരുന്നത് തന്നെ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ അതിനൊരു ഡോക്ടറെ കണ്ടിട്ട് നിങ്ങൾ അതിനൊരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോവുക. കൃത്യമായിട്ടുള്ള ഡയറ്റും കാര്യങ്ങളും ശ്രദ്ധിക്കുക, എക്സസൈസ് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ PCODനെ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കതിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഇപ്പം ഞാൻ പറഞ്ഞ ഈ PCODൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഹോമിയോപ്പതിയിൽ നമ്മൾക്കിതിൽ ഫലപ്രദമായ ട്രീറ്റ്മെൻറ്റ് ലഭ്യമാണ്. സ്നേഹത്തോടെ ഡോക്ടർ ആഫിയ അല്ലു, സീനിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ബാസസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.